പലപ്പോഴുമേ നമ്മളൊക്കെ അനേകരുടെ ജീവിതത്തിലെ പാലങ്ങളും മതിലുകളുമായി തീരാറുണ്ട്. സ്നേഹമുള്ളവരെ, വളരെയേറെ സന്തോഷത്തിലും സമാധാനത്തിലോടും കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ജ്യേഷ്ഠൻ അനുജന്മാർ, അവരുടെ ഭാര്യമാരും മക്കളുമൊക്കെ വളരെയേറെ സന്തോഷം പങ്കുവെച്ച് കടന്നു പോയിക്കൊണ്ടിരുന്നു. എന്ത് കിട്ടിയാലും അന്യോന്യം പങ്കുവെക്കും. എന്തെങ്കിലും ഒരു ഭവനത്തിൽ ഉണ്ടാക്കിയാൽ മറ്റേ ഭവനത്തിൽ കൊണ്ടു കൊടുക്കും. എപ്പോഴും ഭാര്യമാർ തമ്മിൽ വളരെ സ്നേഹം, കുഞ്ഞുങ്ങൾ തമ്മിൽ വളരെയേറെ ഐക്യം. അങ്ങനെ കാലങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴേ സ്നേഹമുള്ളവരുടെ ഇവരുടെ ജീവിതത്തിലേക്ക് ചെറിയ ഒരു സ്വരച്ചേർച്ച കടന്നു വന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പിണങ്ങി, രണ്ടുപേരും തമ്മിൽ ഒത്തിരിയേറെ അകന്നു. പഴയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയായി, കടന്നു പോകാതെയായി, ഭാര്യമാർ തമ്മിൽ മിണ്ടാതെയായി, കുഞ്ഞുങ്ങൾ തമ്മിൽ സ്നേഹമില്ലാതെയായി. അങ്ങനെ അകലിച്ച വളരെയേറെ കൂടി. ഇവരെ രണ്ടുപേരുടെയും വീട് ചെറിയ ഒരു തോടിൻ്റെ അപ്പുറവും ഇപ്പുറയും ആയിരുന്നു. ഇവരെ തമ്മിൽ ബന്ധിച്ചിരുന്നതും ഒരു ചെറിയ പാലമായിരുന്നു. വഴക്ക് മൂത്ത് വളരെയേറെ അലക്ഷ്യാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഒരു തീരുമാനമെടുത്തു, ഇനി അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു? തമ്മിൽ ബന്ധിച്ചിരുന്ന പാലം എടുത്തു മാറ്റി. തടി കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അതെടുത്തു മാറ്റി എന്നേക്കുമായി അവരുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഇല്ലാതെയായി. അങ്ങനെ കുറച്ചുകൂടെ കാലം കടന്നുപോയി. ഒത്തിരിയേറെ പിണക്കങ്ങളെ മൂർച്ഛിച്ച് അത് വലുതായി. അപ്പോൾ ചേട്ടൻ ഒരു തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട. അതിനദ്ദേഹം എടുത്ത തീരുമാനം ഇങ്ങനെയായിരുന്നു: ഒരു മതിൽ കെട്ടി തിരിക്കുക, അവരെ ഒരിക്കലും കാണുകയോ അവരെ ഒരിക്കലും അവരുടെ മുഖം പോലും ഇനിയും ദർശിക്കുകയോ ചെയ്യണ്ട എന്ന്. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു? ഒരാശാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, തടി കൊണ്ട് ഇവിടെ ഒരു മതിൽ പണിത് തരണം. അപ്പോൾ ആശാരി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ചേട്ടൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ആശാരി അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ ചേട്ടൻ മറ്റൊരു തീരുമാനമെടുത്തു. മതിൽ പണി കഴിയുന്നിടം വരെ ഇനി അവരുമായിട്ട് കാണുകയോ കേൾക്കുകയോ വേണ്ട. അതുവരെ ഞങ്ങൾ എവിടെയെങ്കിലും ദൂരയാത്ര പോയി തിരിച്ചു വരാം. ആ സമയം കൊണ്ട് ആശാരി മതിൽ പണിത് തീരണം. ആശാരി സമ്മതിച്ചു. അങ്ങനെ ജ്യേഷ്ഠനും ഭാര്യയും മക്കളുമായിട്ട് യാത്ര പുറപ്പെട്ടു. ആശാരി പണി തുടങ്ങി. ഏതാനും നാളുകൾ കഴിഞ്ഞ് ജ്യേഷ്ഠൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ മതിലുകളൊന്നുമില്ല. പകരം പഴയ സ്ഥലത്തിൽ ഒരു പാലം നിർമ്മിച്ച് ആശാരി വെച്ചിട്ടുണ്ട്. അപ്പോഴേ ആശാരിയോട് ജ്യേഷ്ഠൻ ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഇവിടെ മതിൽ പണിയാനല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പാലം പണിതത്? അപ്പോൾ ആശാരി ചോദിച്ചു, നിങ്ങളെ തമ്മിൽ നേരത്തെ ബന്ധിപ്പിച്ചിരുന്നത് എന്താണ്? ആ പാലമല്ലായിരുന്നോ? ആ പാലം ഞാൻ വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും പോകാം, അവിടെ നിന്ന് അവർക്ക് ഇങ്ങോട്ടും വരാം. അങ്ങനെ നിങ്ങളുടെ പഴയ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വീണ്ടും നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് കേട്ട ജ്യേഷ്ഠൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ തെറ്റുകളെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പതിയെ ആ പാലം കടന്ന് അപ്പുറേ ചെന്നപ്പോഴേ അനുജനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഒത്തിരി സന്തോഷമായി. അപ്പോൾ തന്നെ അനുജനും പാലം കടന്ന് ഇപ്പുറത്ത് വന്നു. പഴയ പോലെ അവരുടെ ജീവിതം കടന്നു വരുവാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളവരെ, ഇവിടെ യഥാർത്ഥത്തിൽ ബുദ്ധിമാനായിട്ട് ആശാരി പ്രവർത്തിച്ചതാണ് ആ കുടുംബം വീണ്ടും ഒന്നാകാൻ കാരണമായി തീർന്നത്. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടും. നമുക്ക് വേണേൽ പാലം പണിയാം, അതുപോലൊപ്പം മതിലും പണിയാം. മതിൽ കെട്ടിത്തിരിക്കുകയാണെങ്കിൽ എന്നേക്കുമായി അത് ഇല്ലാതായിത്തീരും. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളൊരു പാലം തീർത്താൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരികയും ചെയ്യും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ ഇടപെടുവാനായിട്ട് അവസരം കിട്ടിയാൽ ആശാരിയെ പോലെ ബുദ്ധിപരമായി ചിന്തിച്ച് നമുക്കും അനേകരുടെ ഇടയിൽ പാലങ്ങൾ തീർക്കാം, മതിലുകളല്ല. അങ്ങനെ അനേക സൗഹൃദങ്ങളെ വീണ്ടും പഴയപടി ഒന്നിച്ചു കൊണ്ടുവരുവാനായി നമ്മൾ തീർക്കുന്ന പാലങ്ങളിലൂടെ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.